സെപ്റ്റംബർ 26 വിശുദ്ധ പോൾ ആറാമൻ മാർപ്പാപ്പ 1897 മുതൽ 1978 വരെ കാലഘട്ടം. ജൊവാന്നി ബത്തിസ്ത എൻറിക്കോ അന്തോണിയോ മരിയ മൊന്തീനി ഇറ്റലിയിലെ ബ്രേഷ്യയിൽ ജനിച്ചു. ഈശോ സഭാ വൈദികരുടെ സ്കൂളിൽ പ്രാഥമിക വിദ്യാഭ്യാസം നേടിയ ശേഷം സെമിനാരിയിൽ ചേർന്ന് 1920 വൈദികനായി. മിലാനിലും റോമിലെ ഗ്രിഗോറിയൻ യൂണിവേഴ്സിറ്റിയിലും ഉപരിപഠനം നടത്തുകയും സഭാ നിയമത്തിൽ ഡോക്ടറേറ്റ് നേടുകയും ചെയ്തു. പോളണ്ടിലെ പേപ്പൽ നൂൻഷിയോയുടെ ഓഫീസിൽ സേവനമനുഷ്ഠിച്ചതിനു ശേഷം 12-ാം പിയൂസ് മാർപ്പാപ്പയുടെ കാലത്ത് വത്തിക്കാനിലെ വിദേശകാര്യാലയത്തിൻ്റെ മേധാവിയായി പ്രവർത്തിച്ചു. തുടർന്ന് അദ്ദേഹം മിലാൻ്റെ ആർച്ച് ബിഷപ്പായി നിയമിതനായി. ജോൺ 23-ാമൻ മാർപ്പാപ്പ മൊന്തീനിയെ കർദിനാളായി ഉയർത്തി. രണ്ടാം വത്തിക്കാൻ കൗൺസിൽ നടക്കുന്ന സമയത്ത് മാർപ്പാപ്പയായിരുന്ന ജോൺ 23-ാമൻ്റെ ദേഹവിയോഗത്തെ തുടർന്ന് കർദിനാൾ മൊന്തീനി മാർപ്പാപ്പയായി തിരഞ്ഞെടുക്കപ്പെട്ടു. അദ്ദേഹം പോൾ ആറാമൻ എന്ന പേര് സ്വീകരിച്ചു. മാർപ്പാപ്പ സ്ഥാനത്തോട് ബന്ധപ്പെട്ട നിരവധി രാജകീയ പരിവാരങ്ങളെയും ആഡംബരങ്ങളെയും പോൾ ആറാമൻ മാർപ്പാപ്പ നിർത്തലാക്കി. രണ്ടാം വത്തിക്കാൻ കൗൺസിൽ പുനരാരംഭിക്കുകയും പൂർണ്ണതയിലെത്തിക്കുകയും ചെയ്തു. കാനൻ നിയമം പരിഷ്കരിക്കുന്നതിന് നിർദ്ദേശങ്ങൾ നൽകി. വിവിധ ക്രൈസ്തവ സഭാ വിഭാഗങ്ങളുമായുള്ള ഐക്യം മാർപ്പാപ്പയുടെ പ്രത്യേക ലക്ഷ്യമായിരുന്നു. സഭ ലോകത്തോട് സംവദിക്കുന്നതിനും ലോകത്തിൽ സമാധാനവും നീതിയും സമൃദ്ധമാകുന്നതിനും വേണ്ടി പ്രവർത്തിച്ചു. നൂറ്റാണ്ടുകളായി യൂറോപ്പിൽ കേന്ദ്രീകൃതമായിരുന്ന സഭയെ അദ്ദേഹം ലോകം മുഴുവനിലേക്കും തുറവുള്ളതാക്കി. വത്തിക്കാൻ കൗൺസിലിൻ്റെ പ്രബോധനങ്ങളുടെയെല്ലാം ആത്യന്തിക ലക്ഷ്യം വിശുദ്ധിയിലേക്കുള്ള സാർവത്രികമായ ക്ഷണത്തെ ഓർമ്മപ്പെടുത്തുകയാണെന്ന് അദ്ദേഹം പഠിപ്പിച്ചു. വിശുദ്ധ പത്രോസിൻ്റെ കാലത്തിന് ശേഷം വിശുദ്ധ നാട്ടിലെത്തിയ ആദ്യ മാർപ്പാപ്പയായിരുന്നു പോൾ ആറാമൻ. ഇന്ത്യ ഉൾപ്പെടെയുള്ള നിരവധി രാജ്യങ്ങളിലും എല്ലാ വൻകരകളിലും അദ്ദേഹം സന്ദർശനം നടത്തി. തൻ്റെ പിൻഗാമികളായ ജോൺ പോൾ ഒന്നാമൻ, ജോൺ പോൾ രണ്ടാമൻ, ബെനഡിക്റ്റ് 16-ാമൻ എന്നീ മാർപ്പാപ്പമാരെ കർദിനാൾ സ്ഥാനത്തേക്ക് ഉയർത്തിയത് പോൾ ആറാമൻ മാർപ്പാപ്പയായിരുന്നു. 1978 ഓഗസ്റ്റ് 6 അദ്ദേഹം ദിവംഗതനായി. അദ്ദേഹം മഹത്തായ ആനന്ദം നിറഞ്ഞ വ്യക്തിയായിരുന്നുവെന്ന് പോൾ ആറാമൻ മാർപ്പാപ്പയുടെ കുമ്പസാരക്കാരനായിരുന്ന ഈശോ സഭാ വൈദികൻ പൗളോ ദേസ സാക്ഷ്യപ്പെടുത്തി. 2014 ഒക്ടോബർ 19 ഫ്രാൻസിസ് മാർപ്പാപ്പ പോൾ ആറാമനെ വാഴ്ത്തപ്പെട്ടവനായി നാമകരണം ചെയ്തു. പോൾ ആറാമൻ മാർപ്പാപ്പയെ വിശുദ്ധനായി പ്രഖ്യാപിക്കുന്നതിന് ഫ്രാൻസിസ് മാർപ്പാപ്പ അംഗീകാരം നൽകിയിട്ടുണ്ട്. വചനം 1 തിമോഥെയോസ് 2-ാം അധ്യായം 1-2 വാക്യങ്ങൾ. എല്ലാവർക്കും വേണ്ടി അപേക്ഷകളും യാചനകളും മാധ്യസ്ഥ്യ പ്രാർത്ഥനകളും ഉപകാരസ്മരണകളും അർപ്പിക്കണമെന്ന് ഞാൻ ആദ്യമേ ആഹ്വാനം ചെയ്യുന്നു. എല്ലാ ഭക്തിയിലും വിശുദ്ധിയിലും ശാന്തവും സമാധാനപൂർണവുമായ ജീവിതം നയിക്കാൻ നമുക്കിടയാകത്തക്ക വിധം രാജാക്കന്മാർക്കും ഉന്നത സ്ഥാനീയർക്കും വേണ്ടിയും ഇപ്രകാരം തന്നെ ചെയ്യേണ്ടതാണ്. വിചിന്തനം. ലോക സമാധാനത്തിനു വേണ്ടിയും വിവിധ സഭകൾ തമ്മിലുള്ള ഐക്യത്തിനു വേണ്ടിയും പോൾ ആറാമൻ മാർപ്പാപ്പ തുടക്കം കുറിച്ച പ്രവർത്തനങ്ങൾ ഇന്നും സഭ തുടർന്നുകൊണ്ടേയിരിക്കുന്നു. ലോകത്ത് ക്രൈസ്തവ നാമം ധരിക്കുന്ന അനേകം വ്യക്തികളുണ്ട്. എന്നാൽ ക്രിസ്തുവിനെ അറിയുന്നവർ ഇല്ലാതായി പോകുന്നതാണ് അസമാധാനത്തിന് കാരണം. ക്രിസ്തുവിനെ അറിയുന്ന നാം ഓരോരുത്തരും മാർപ്പാപ്പയുടെ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി പ്രത്യേകമാം വിധം സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നന്മ നിറഞ്ഞ മറിയമേ, ത്രിത്വസ്തുതി എന്നിവ ചൊല്ലി കാഴ്ചവെക്കാം. അങ്ങനെ മാർപ്പാപ്പയുടെ കരങ്ങൾക്ക് നാം ശക്തി പകരാം. ഇന്നത്തെ നമ്മുടെ മാർപ്പാപ്പ ഫ്രാൻസിസ് പാപ്പായുടെ എല്ലാ പ്രാർത്ഥനാ നിയോഗങ്ങൾക്ക് വേണ്ടിയും നാം മാധ്യസ്ഥം അപേക്ഷിക്കുമ്പോൾ നമ്മുടെ ആത്മസ്ഥിതിയും അനുഗ്രഹിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അങ്ങനെ ലോകസമാധാനത്തിനു വേണ്ടി കൂട്ടായ പ്രവർത്തനങ്ങളുടെ ഭാഗമായി തീരുവാൻ ദൈവം നമ്മെയും വിളിച്ചിരിക്കുന്നു.